മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 6ഉം 7ഉം തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? എങ്കിലും അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. ഏറ്റവും വില കുറഞ്ഞ ഒരു ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ, ആരും നിനക്ക് വില നൽകുന്നില്ല എന്ന് നീ കരുതുന്നുണ്ട് എങ്കിൽ, എല്ലാവരും നിന്നെ തിരസ്കരിച്ചു എന്ന് നീ കരുതുന്നുണ്ട് എങ്കിൽ തിരിച്ചറിഞ്ഞു കൊള്ളുക, ദൈവം നിന്നെ കരുതുന്നുണ്ട്. ദൈവം നിന്നെ വിസ്മരിച്ചിട്ടില്ല. ദൈവം നിനക്ക് വില നൽകുന്നുണ്ട്. ഈ ലോകത്തിൽ ആരും നിനക്ക് വില നൽകുന്നില്ലെങ്കിലും ദൈവം നിനക്ക് വില നൽകുന്നുണ്ട്. നിന്റെ ഒരു തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം എത്രമാത്രം കരുതലാണ് നിനക്ക് നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ആരും കരുതുന്നില്ല എന്ന നൊമ്പരവുമായിട്ട് ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും മക്കൾ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ, ആരും എനിക്കില്ല എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ഈശോ നിനക്കുണ്ട്. ഈശോ നിനക്കുണ്ട്. ഈശോ നിന്നെ രക്ഷിക്കും. ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ഒറ്റപ്പെടലുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. കർത്താവേ, അങ്ങയുടെ സ്നേഹം ഇവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ സംരക്ഷണം നൽകിയവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരിൽ നിന്ന് ഇവരുടെ കുടുംബത്തിലും ഇവരുടെ അധ്വാന മേഖലകളിലും വഴികളിലും പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ദുഷ്ടശക്തികളും നാശശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.